അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. കാഴ്ച മറഞ്ഞ് ശ്വാസം മുട്ടി മരണം മുന്നിൽ കണ്ട മാനിന് കൊണ്ടാഴിയിൽ നാട്ടുകാരും വനപാലകരും ചേർന്ന് പുതുജീവൻ നൽകി. നാടിനെ മുൾമുനയിൽ നിർത്തിയ രക്ഷാപ്രവർത്തനം ഇങ്ങനെ. തലയിൽ തകരട്ടിൻ കുടുങ്ങി കാഴ്ച മറഞ്ഞ നിലയിൽ ജനവാസ മേഖലയിലെത്തിയ മാനിന് നാട്ടുകാരും വനപാലകരും ചേർന്ന് പുതുജീവൻ നൽകി. കൊണ്ടാഴി കായാമ്പൂവം വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രത്തിലാണ് ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെ മാനിനെ അവശ്യനിലയിൽ കണ്ടെത്തിയത്. റബ്ബർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന പശ സൂക്ഷിച്ചിരുന്ന പഴയ ടിന്നിലാണ് മാനിന്റെ തല കുടുങ്ങിയത്. വനത്തിനുള്ളിൽ കുടിവെള്ളം കിട്ടാതായതോടെ വെള്ളം തേടി നാട്ടിലിറങ്ങിയതാകാമെന്നാണ് നിഗമനം. ടിൻ കുടുങ്ങി കാഴ്ച മറിഞ്ഞതോടെ പരിഭ്രാന്തിയിലായ മാൻ കണ്ണു കാണാതെ ഓടി നടന്ന് സൗത്ത് കൊണ്ടാഴി മുതലംചിറ ചന്ദ്രൻ എഴുത്തച്ഛന്റെ പറമ്പിലെത്തുകയായിരുന്നു. ടാപ്പിംഗ് തൊഴിലാളികളാണ് മാനിനെ ആദ്യം കണ്ടത്. ആദ്യം പ്രദേശവാസികൾ മാനിനെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിരണ്ടോടിയതിനാൽ പരാജയപ്പെട്ടു. തുടർന്ന് ചന്ദ്രന്റെ മക്കളായ രാജേഷ്, രതീഷ് എന്നിവരും നാട്ടുകാരും ചേർന്ന് മാനിനെ തളച്ചു. വിവരമറിഞ്ഞെത്തിയ മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരുടെ സഹായത്തോടെ മാനിനെ കെട്ടിയിട്ട ശേഷം തലയിൽ കുടുങ്ങിയ തകരട്ടിൻ മുറിച്ചുമാറ്റി. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മാനിനെ വനത്തിലേക്ക് തന്നെ സുരക്ഷിതമായി വിട്ടയച്ചു. കൊടും വേനൽ തുടങ്ങുന്നതിന് മുൻപേ കാട്ടുമൃഗങ്ങൾ കുടിവെള്ളത്തിനായി നാട്ടിലിറങ്ങുന്നത് പതിവാകുകയാണെന്നും വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് CCV.